അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം സൽമാൻ അസ്സരി അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. മുനവ്വർ ഹുദവി കാളികാവ് എന്ന് പറയുന്നൊരു സഹോദരന് ഹുദവികളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹാദിയയുടെ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട്, പാണക്കാട് ഹാദിയ സെൻറ്ററിൽ വെച്ചുകൊണ്ട് ക്രൂരമായി പീഡിപ്പിച്ച, അദ്ദേഹത്തിൻ്റെ ഫോണുകളും മറ്റ് ഡാറ്റകളുമൊക്കെ പിടിച്ചു വാങ്ങി, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധപൂർവം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പിടിച്ചു വാങ്ങി വെച്ച ഒരു സംഭവം. ഈ സംഭവത്തിൽ ഇപ്പോൾ കേസായിരിക്കുകയാണ്. ഹാദിയക്ക് നോട്ടീസ് അയച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ആ കേസിൽ നിന്നൊക്കെ അവർ ഊരിച്ചാടാനുള്ള സാധ്യതയുണ്ട്. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി മുനവ്വർ ഹുദവി വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൂടി നിങ്ങൾ കേൾക്കണം. യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ട ഒരു വിഷയമാണിത്. ഒരു എംപ്ലോയി എന്ന നിലയിലാണ് ഇപ്പോൾ കേസുള്ളത് എന്ന് തോന്നുന്നു. അത് അത്രമാത്രമല്ല, ഇതിൻ്റെ ഗൗരവം വളരെ അധികം കൂടുതലാണ്. നിങ്ങളിത് കേട്ട് നോക്കണം. സൽമാൻ അസ്സരി ഉസ്താദിൻ്റെ ആ ക്ലിപ്പിൽ വെളിപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങൾ കൂടി മുനവ്വർ ഹുദവി ഈ ക്ലിപ്പിൽ, ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കണം, എത്രത്തോളം വിഷയത്തിൻ്റെ ഗൗരവമുണ്ട് എന്ന്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന, ആരെയും വെട്ടി ഒഴിവാക്കുന്നതല്ല എന്നൊക്കെ വാചകമടിക്കുന്ന ആളുകൾ തിരുത്ത് എന്ന പേരിൽ ഒരു പരിപാടി വെച്ചിട്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങളെ, സർവോപരി അതിൻ്റെ പ്രസിഡൻറ്റിനെ പോലും പരിഹസിച്ച ഈ ഉപജാപക സംഘം എങ്ങോട്ടാണ് ഇവരുടെ ഈ സംഘത്തെ കൊണ്ടുപോകുന്നത്, പുതിയ തലമുറയെ കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. ആ ഫോൺ സംഭാഷണം നിങ്ങൾ കേൾക്കാം. എന്തൊക്കെ നിങ്ങളെ വിഷയമാണല്ലോ ഇപ്പോൾ ഗ്രൂപ്പിൽ ചർച്ച. എന്താ സംഭവിച്ചപ്പോ? അത് ശരിക്കും തുടക്കം മുതലേ പറയണേ, തിരക്കില്ല. ഇല്ലല്ല, പറഞ്ഞോളെ. ഞാന് നമ്മളെ പൊതുപരീക്ഷ നടന്നിരുന്നല്ലോ. നമ്മളെ സംസ്ഥാന 24, 25, പിന്നെ 26 റിപ്പബ്ലിക്കാണ്, പിന്നെ 27 വാല്യുവേഷനും. അപ്പൊ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിരുന്നത് നമ്മളെ ഹാദിയ CSCയിലായിരുന്നു. അപ്പൊ വർക്ക് ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ ആശയം എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോണത്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള പിന്നെ പൈതൃകവും തിരുത്തും മറ്റേ സാധനങ്ങളൊക്കെ നമുക്ക് എതിർപ്പുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പൊതുപരീക്ഷയ്ക്ക് പോയി. അത് 24-ാം തീയതി രാത്രി നമ്മള് KK ഹസ്രത്ത്, അതുപോലെ തന്നെ നമ്മളെ താനൂര്, ഇവിടൊക്കെ ഒന്ന് പോകാന്നുള്ള രീതിയിൽ നമ്മൾ ആഷിഫ് സനായിന്റെ കൂടെയാണ് ഇറങ്ങേണ്ടത് അന്ന് രാത്രി. അപ്പൊ അങ്ങനെ ഏതായാലും അപ്പൊ അതിന്റെ മുമ്പ് അഥവാ അതിന് പൊതുപരീക്ഷക്ക് വേറെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ സിയാറത്ത് എന്നുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ എന്തായാലും അന്നേതായാലും പൊതുപരീക്ഷ ഡ്യൂട്ടി കഴിഞ്ഞ് ശനിയാഴ്ച ഒരു 3 ടൈമിൽ എക്സാം ഉണ്ടല്ലോ. അപ്പൊ വൈകുന്നേരം കഴിഞ്ഞൊന്ന് റിഫ്രഷ് ആ സിയാറത്തൊക്കെ ഒന്ന് ചെയ്യാം. ഏതായാലും 100ാം വാർഷികമല്ല. അപ്പൊ നമ്മളെ പ്രസിഡന്റിന്റെ അടുത്തുള്ള ഒരു സിയാറത്ത് എന്നുള്ള രീതിയിലാണ് ഇറങ്ങേണ്ടത്. അപ്പൊ ഇറങ്ങി താനൂര് പിന്നെ എത്തിയ സമയത്ത് ഇവരെന്ത് ചെയ്ത്, താനൂര് പിന്നെ ആഷിഫ് സനായിനെ കണ്ട സമയത്ത് ഇവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ചൊടി കയറിയിട്ടുണ്ടാവും. അപ്പൊ 1-2 ഉദവികളൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് എങ്ങനെയായാലും ആഷിഫ് സനായി FB-യിൽ പോസ്റ്റ് ചെയ്താണ്. പിന്നെന്തേ നമ്മളെ താനൂര് പിന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ലൈബ്രറി കുത്തുബ്ഖാന സന്ദർശിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് അവിടെയുള്ള ഏതൊരു ഉദവിക്ക്, സലാം ഉദവിക്കോ ആർക്കും അയച്ചിട്ട്, പിന്നെ ആരാണ് ഇവനെ അങ്ങോട്ട് കയറ്റിയത്, പിന്നെ ആരെ കൂടെയാണ് വന്നിരുന്നത് എന്നുള്ള അന്വേഷണം അങ്ങനെ ലിങ്ക് ആയതാ തോന്നുന്നുണ്ട്. ഏതായാലും ചൊവ്വ വാല്യുവേഷനും കഴിഞ്ഞ് ബുധനാഴ്ച ഞാന് അവിടെ CSCയിൽ എത്തിയ സമയത്ത് എന്നോട് ചോദിച്ച് കാര്യങ്ങള്, പിന്നെ എന്തൊക്കെയാണ് ഒരു അവിടെ സാധാരണ നടക്കുന്ന പിന്നെ റിസൾട്ട്, അതേപോലെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഡാറ്റ ഒക്കെ ഞാനാണ് കൈകാര്യം ചെയ്യാറുള്ളത് ഇടക്കിടക്ക്, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ. അപ്പൊ ഒരു ഡാറ്റന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. ഒരു 9 മണിക്ക് വിളിച്ചു. 9 സംതിങ്ങിനാണ് അവിടെ ഡ്യൂട്ടി ടൈം തുടങ്ങല്. അപ്പൊ വിളിച്ചിട്ട് പിന്നെ എന്നോട് എന്തൊക്കെയാണ് കാര്യങ്ങള്, പിന്നെ അപ്പൊ ഞാന് അഥവാ ഇനി പൊതുപരീക്ഷ ഇല്ലാന്നുണ്ടെങ്കിൽ സിയാറത്ത് എന്നുള്ള വിചാരിച്ചിരുന്നല്ലോ. അപ്പൊ സിയാറത്തിന് പോയിരുന്നോ മറ്റേ രീതിയിൽ വരാം 4-5 ആളുകൾ കൂടിയാ ചോദിക്കണേ. അപ്പൊ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചതിന് ശേഷം ഇവരിങ്ങനെ എത്തി ആരെ കൂടെയാണ് പോയിരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് പിന്നെ ഇവരെ മുമ്പ് പരിചയമുണ്ടോ, അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ ചോദിച്ച് ലാസ്റ്റ് എന്ത് ചെയ്തു, പിന്നെ വിഷയങ്ങള്
എന്താണ് ഈ സമയത്തുള്ള നിലപാട് എന്താണ്, എനിക്ക് മൊത്തത്തിൽ ഷജറ നിലപാട് തന്നെയാണോ എനിക്കുള്ളത്, ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ചോദിച്ചു. ചോദിച്ചതിന് ശേഷം മൊബൈൽ ഫോണ് ഓലെ കയ്യിൽ കിട്ടി. മൊബൈൽ എങ്ങനെ കിട്ടിയത്? മൊബൈൽ കിട്ടിയാൽ ഇവർ 5 ആളുണ്ട്. ഞാനും ഒരാളും 5 ആളും ഒരു റൂമിൽ അടച്ചിട്ട് റൂമിലാണെങ്കിൽ പിന്നെ ഇനി എന്താ പോലെ അവസ്ഥ? മൊബൈൽ നിങ്ങളടുത്തുനിന്ന് വാങ്ങിയോല്? അതെ. ശരിക്കും അങ്ങനെ വാങ്ങാൻ പാടില്ലല്ലോ ഒരാളെ മൊബൈല്. പ്രൈവസിയിലേക്കുള്ള കടന്നു കയറ്റാണ്. മാത്രല്ല ഫോണ് മൊത്തം ചെക്ക് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ പോലീസുകാർക്ക് പോലും പെർമിഷൻ ഇല്ലാത്ത സംഗതിയാ. അതിന് കോടതിന്റെ നിർദ്ദേശം വേണം. ശരിക്ക് ഇവിടെ അവർ ചെയ്തിട്ടുള്ളത് ഇൻവേഷൻ ഓഫ് പ്രൈവസി, റോങ്ഫുൾ കോൺഫൈൻമെന്റ് തുടങ്ങിയ അതീവ കുറ്റകരമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു സ്ഥാപനത്തിനോ മറ്റോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. തടഞ്ഞു വെച്ച് ഒരുപാട് നേരം, ഒരു ദിവസത്തോളം ഒരു റൂമിൽ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യാം. ഒരാളുടെ ഫോണ് കൈക്കലാക്കിയിട്ട് അതിലെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുക, പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് പോലും ചില ലിമിറ്റുകൾ അതിലൊക്കെ ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ കോടതിയുടെ നിർദ്ദേശമാണ്. ഇങ്ങനെയൊക്കെ പോലീസിന് പോലും ചെയ്യാൻ കഴിയും. മാത്രമല്ല, ഒരാളുടെ സ്വകാര്യത മാത്രമല്ല അത് കടന്നു കയറുന്നത്. അദ്ദേഹം ആരെല്ലാമായി ചാറ്റ് ചെയ്തോ അതിനൊക്കെ ബാധിക്കും. അതായത് മറ്റൊരാളുടെ പ്രൈവസിയെ പോലും അത് ബാധിക്കും. ഒരു ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ചാറ്റ് ചെയ്ത ആ ചാറ്റുകളൊക്കെ ഇവർക്കിത് കാണാൻ സാധിക്കും. ആ ഭാര്യൻ്റെ പോലും പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റാണ്. ഇങ്ങനെ അതീവ ഗുരുതരമായിരിക്കുന്ന തെറ്റുകളാണ് ഇവർ ചെയ്തിട്ടുള്ളത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. അപ്പോ ഇവരെന്ത് ചെയ്തു, പിന്നെ ഫോണ് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാല് ഫസ്റ്റ് ആഷിഫ് സനായിന്റെ ഇത് നോക്കിയിട്ട് കാര്യങ്ങള് ഓരോന്ന് എന്താണ്, പിന്നെ ആഷിഫ് സനായി അയച്ച മെസ്സേജിൽ എന്തെങ്കിലും ഞമ്മക്ക് പറ്റാത്ത സാധനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഷജറ കണ്ടന്റുകൾ മെസ്സേജുകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? അപ്പൊ ഞാന് ആ രീതിയിൽ ഫോണ് ഓരോന്നിങ്ങനെ നോക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പത്തെ വിഷയത്തിലുള്ള ഞമ്മക്ക് പറ്റാത്ത ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അപ്പൊ ആ വിഷയങ്ങളിലൊക്കെ ഉള്ള പിന്നെ FBയിലുള്ള കണ്ടന്റുകൾ, അതുപോലെ തന്നെ പൈതൃക വിഷയത്തില് നമ്മളെ ഇതിലൊക്കെ വന്ന ആശ്വസനായിന്റെ സാധനങ്ങൾ ആ രീതിയിലൊക്കെ അങ്ങോട്ട് അയച്ചുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ ഓല് കണ്ട കൂട്ടത്തില് നമ്മളെ തഹയ്യക്ക് വേണ്ടി ഉദവികൾ കുറച്ചാളുകൾ പൈസ, കുറച്ച് വലിയ സംഖ്യ ഒന്നുമല്ല, ചെറിയൊരു സംഖ്യ കൊടുത്തിരുന്നല്ലോ. അപ്പൊ അത് ഇവരെ ചൊടിപ്പിച്ചു. അതേപോലെ തന്നെ സമാന മനസ്കരായ ഉദവികളുടെ ഗ്രൂപ്പ് ഇവരെ ചൊടിപ്പിച്ചു. അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ ഇതാക്കി. ഏതായാലും ഒരു 9 മണി മുതൽ ഒരു 3:30-4 മണി വരെ ചോദ്യം ചെയ്യൽ തന്നെ ആയിരുന്നു. അപ്പൊ ഫോണ് കയ്യിലുണ്ട്. ഫോണ് പിന്നെ എന്റെ കയ്യിൽ ഫോണില്ല, ഒക്കെ ഫുള്ള് പോലെ കയ്യിലാണ്. അപ്പൊ ഉമ്മ അങ്ങനെ വിളിക്കണ്ട്, ഇടക്കിടക്ക് വിളിക്കണ്ട്. ഉമ്മക്ക് കണക്ട് ചെയ്യാൻ കഴിയണില്ല. ഉമ്മ ഇടക്കിടക്ക് വിളിക്കണായതുകൊണ്ട് ഉമ്മ അതായതാണ്. ഏതായാലും ഒരു വൈകുന്നേരത്തോടു കൂടെ പിന്നെ ദാറുദ്ദീൽ പോയി. ദാറുദ്ദീല് പിന്നെ ബാദി ഉസ്താനും ഷാഫിയാജിനെയൊക്കെ കണ്ടു. അപ്പൊ വരും ഈ വിഷയങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ വിഷയങ്ങൾ ചോദിച്ചതിന് ശേഷം സനത് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞ്. അപ്പോ സനത് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തില് എന്താ ഇത് വിഷയങ്ങള് പിന്നെ ഇപ്പൊ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ച്. രാത്രി ആയിരുന്നു, ഒരു 6:30 ആ സമയമൊക്കെ ആയിരുന്നു, മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് സനത് ഇപ്പൊ കൊണ്ടുവരാൻ എനിക്ക് കഴിയൂല, കാരണം ഞാൻ അങ്ങോട്ട് തിരിച്ചെത്തണ്ടേ. അപ്പൊ എന്നാലും ഉപ്പാനോട് പിന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞ്. അപ്പൊ ആ സമയത്ത് കൊണ്ടുവന്നാൽ എങ്ങനെ എന്താവൂല, അവിടെ എത്തൂല, അങ്ങോട്ട് തിരിച്ചു പോലും നടക്കൂല. അപ്പൊ കഴിയൂലെന്ന് പറഞ്ഞു. എന്നാലും പിന്നെ ഇവിടെ ഉള്ള ഒരു ഉദവിനെ കണക്ട് ചെയ്തു, ബദറുദ്ദുജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദവിനെ കണക്ട് ചെയ്തിട്ട് ഹാരിസ് ഉദവി എന്നെ കൊണ്ട് വിളിപ്പിച്ച്. പിന്നെ പ്രസ് സെക്രട്ടറി ഹാരിസ് ഉദവി മൂപ്പര് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ പിന്നെ വീട്ടിലേക്കുള്ള റൂട്ട് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് പിന്നെ ബദറുദ്ദുജനെ കണക്ട് ചെയ്തിട്ട് ബദറുദ്ദീനോട് ഇവിടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിട്ട് പറയണം. അപ്പോഴൊക്കെ ഇവരുടെ കൂട്ടത്തിലുണ്ട് ഇന്ന ദാറുദ്ദീ കൊണ്ടുപോയി. അപ്പൊ ഉമ്മാക്കൊന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു, ദാറുദ്ദീക്ക് പോവാണെങ്കിൽ എന്റെ ഫോണിക്ക് വിളിക്കണ്ട എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിട്ട് പറഞ്ഞ്. പിന്നെ അങ്ങനെ കഴിഞ്ഞ ഒരു കുറച്ച് ചോദ്യം ചെയ്യലും മറ്റൊക്കെ കഴിഞ്ഞൊരു 9-9:30 ശേഷം ഇങ്ങോട്ട് വന്നു. അപ്പോഴും ഉമ്മാക്ക് ഒരു ഐഡിയ കിട്ടിയില്ല, എന്താ സംഭവം എന്താ നടക്കണമെന്ന് ഐഡിയ കിട്ടിയില്ല. പിറ്റേ ദിവസം ഇതേപോലെ ഇത് കഴിഞ്ഞിട്ട് മദ്രസ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് പിന്നെ ഇങ്ങോട്ട് ഓഫീസിൽ വരാൻ പറഞ്ഞു. അപ്പോഴും ഉമ്മ വിളിക്കണേന്നൊക്കെ പറയണോ ഇവിടെ അല്ല, ഓഫീസിൽ എത്തിയിട്ടില്ല. അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പറഞ്ഞ്. പിന്നെ ഫോണ് അപ്പോഴൊന്നും കിട്ടിയില്ല.
ഫോണ് പിന്നെ കിട്ടണം എന്താ വെച്ചാൽ തിങ്കളാഴ്ച വരാൻ വേണ്ടിട്ട് പറഞ്ഞു ഇങ്ങോട്ട്. ശനി ഞായറൊക്കെ ഞങ്ങൾക്ക് നമ്മളെ താവനുമായി ബന്ധപ്പെട്ട വഫ്ദ് മഹല്ല് വിസിറ്റ് ഉണ്ട്. അതുകൊണ്ട് ശനി ഞായറൊന്നും ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. തിങ്കളാഴ്ച വന്നു. തിങ്കളാഴ്ച ഞാൻ ഇവിടേക്ക് പോയിരുന്നു, കാസർഗോഡ് പോയിരുന്നു. പിന്നെ 31-ാം തീയതി മുതൽ തന്നെ പോയിട്ടുണ്ട്. അപ്പൊ തിങ്കളാഴ്ച അതിന് വേണ്ടിട്ട് മാത്രം വന്നതാണ്. അപ്പൊ തിങ്കളാഴ്ച വന്നതിന് ശേഷം ഒരു പറഞ്ഞ് എന്റെ ഫോണ് CSCയിലും ചാവിന്റെ വീട്ടിലും ഞാൻ ബുക്ക് പ്ലസിൽ മീറ്റിങ്ങിലാണുള്ളത്. ഇപ്പൊ ഇനി കഴിയൂല, ഇപ്പൊ ഞാൻ അതിനായിട്ട് വരലൊന്നും കഴിയൂല. ഞാൻ പറഞ്ഞു ഞാൻ അതിനായിട്ട് വന്നതായിരുന്നു, ഫോൺ കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ് വന്നത്. അതില് പിന്നെ കഴിയൂലെന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടായിരുന്നു. ഒരാളുടെ ഫോണ് പിടിച്ചു വച്ചത് മണിക്കൂറുകളല്ല കേട്ടോ, 1 മണിക്കൂർ 2 മണിക്കൂറല്ല, ദിവസങ്ങളോളം ഫോണ് കൊടുക്കാതെ പിടിച്ചു വച്ചിരിക്കുകയാണ്. മനഃപൂർവ്വം പ്രയാസപ്പെടുത്താനും ഇടങ്ങാറാക്കാനുമാണ് ഇത് ചെയ്തത്. ഇതൊക്കെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ആസിഫ് സനായിയുടെ കൂടെ സിയാർത്ത് പോയതാണ്. അതായത് ഒരു സമസ്ത പ്രവർത്തകൻ്റെ കൂടെ, യഥാർത്ഥ സമസ്തയിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളുടെ കൂടെ, അതും സനായിയാണ്. വാഫിയിൽ നിന്ന് മാറി സനായി ബിരുദെടുത്ത ആളാകുമ്പോൾ കുറച്ചും കൂടി ഇവർക്ക് കലിപ്പ് കൂടുതലാണല്ലോ. ആ വ്യക്തിയുടെ കൂടെ സിയാർത്ത് പോയി എന്നത് ആരോപിച്ചിട്ടാണ് ഇയാളെ ഈ തരത്തിലൊക്കെ ചോദ്യം ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ സമസ്തൻ്റെ സമ്മേളനത്തിന് പോയതും തഹിയൻ്റെ ഫണ്ട് ശേഖരിച്ചതും അതിനൊക്കെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ദാറുൽ സമസ്തൻ്റെ സ്ഥാപനമല്ലേ, എന്തിനാണ് നിങ്ങൾ വിമർശിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് മുറവിളി കൂട്ടുന്ന ആളുകളോട് ഇതൊന്ന് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് പുറത്തുള്ള ആരെയല്ല ചെയ്തിട്ടുള്ളത്, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹുദവിയെ തന്നെയാണ് ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നത്. ഇനി ബാക്കി നിങ്ങൾ കേട്ടോ. അതേപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഇവര് എന്ത് ചെയ്താണ്, പിന്നെ എന്റെ ഫോണ് പിടിച്ച് ചെയ്തിട്ട് കുറെ സാധനങ്ങൾ കളഞ്ഞാണ്. അതേപോലെ തന്നെ ഞാൻ സനത് വാങ്ങിയ സമയത്തുള്ള ഫോട്ടോ ഡിലീറ്റ് ചെയ്താണ്. അങ്ങനെ കുറെ സാധനങ്ങൾ ഡിലീറ്റ് അടിച്ചാണ്. കുറെ സാധനങ്ങൾ മിസ്സായാണ്. അപ്പൊ ഞാൻ ഏതായാലും പിന്നെ അവിടുത്തെയും കുറെ കാര്യങ്ങൾ, അതായത് സ്റ്റുഡൻസിന്റെ ഡാറ്റ, സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഒക്കെ ഉള്ള ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു മൊത്തത്തില് ഡിലീറ്റ് ചെയ്യണ ദേശത്തില് ആരാ ഡിലീറ്റ് അടിച്ചറിയില്ല, ഒരു പോയത്തരം എന്നുള്ള ആൾക്ക് എന്ത് ചെയ്താണ് ഫുള്ള് റിസൾട്ടും ഡിലീറ്റ് അടിച്ചാണ്. അതായത് ഇത് വിഷയം എന്താ വെച്ചാൽ റിസൾട്ട് ഈ സ്റ്റുഡൻസിന്റെ ഒക്കെ പോവല്ലേ. അപ്പൊ എന്നോട് ചെന്നപ്പോ ഇവിടെ റിസൾട്ട് ഏതൊക്കെയുള്ള പിന്നെ എന്റെ സാധനം തന്നെ കുറെ പോയിണ്. എവിടേക്കുള്ള എനിക്കറിയില്ല. റിസൾട്ട് ഡിലീറ്റ് അടിച്ചാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ, എന്താ പിന്നെ ചെയ്യാ. അതിലേതായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എവിടേക്ക് വന്ന്, വീട്ടിലേക്ക് വന്ന്. ഒരു 3 മണിക്കായ സമയത്താണ് ഞാൻ, അതായത് ചെമ്മാടുന്ന് കാളികാവ് എത്തണം, ചെമ്മാടല്ല പാണക്കാട് കാളികാവ് എത്തി ഒരു 3 സമയത്ത് എത്തിയപ്പോഴുണ്ട് എനിക്ക് വിളിക്കണം മൂപ്പര്. ഞാൻ ഇവിടെ എത്തിയണല്ലോ, ഇജ എവിടെ ഉള്ളത്, ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ ഗസ്റ്റ് ലോഞ്ചിക്ക് കുറച്ച് കാര്യങ്ങളൂടി എന്നോട് പറയാനുണ്ട്, ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ വന്നാൽ എനിക്ക് ഫോൺ തരാറുണ്ട്. ഇവിടെ അപ്പൊ എത്തി ഞാൻ 10 മിനിറ്റ് കൊണ്ട് എവിടെ എങ്ങനെ എത്തൂല. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, ഇജ് ധൈര്യമായിട്ട് പറഞ്ഞോളാ, ഇജ് എനിക്ക് വരാൻ കഴിയൂല എന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. അതിനാണ് വിളിച്ചിട്ട് ഇപ്പൊ എത്താൻ കഴിയില്ല. അപ്പൊ ഒരു പിന്നെയും ചൂടായി, എന്താ ഇജ് കളിയാക്കാണ്, ഞങ്ങള് കളിയാക്കാണ്, എന്റെ ഗ്യാങ് മൊത്തം എങ്ങനെയാണ് മറ്റേതാണ്, ആ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അതിലേതായാലും അപ്പൊ കഴിയില്ലെന്ന് പറഞ്ഞ് പിന്നെ മുപ്പര് വിളിച്ചിട്ട് പറഞ്ഞ് ഞാനൊരു 5:05 പോകും, ഇജ് അവിടെ എത്തിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അപ്പൊ പോന്നിട്ട് ഒരു കാര്യമില്ല, ഞാൻ വന്ന കഴിയില്ലല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചു. ഞാൻ ഏതായാലും ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഒരാളെ കൂട്ടി വരുന്നുണ്ട്. ഞാന് പിന്നെ ഫോൺ വാങ്ങാനാണല്ലോ, അപ്പൊ എനിക്ക് കഴിഞ്ഞിട്ട് ഏതായാലും പോകുവാണ്, കാസർഗോഡ് തന്നെ പോകുവാണോ. അപ്പൊ ഞാന് ഏതായാലും ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ഒരാളെ കൂട്ടിയിട്ട് ഞാൻ വരുന്നുണ്ട്, വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് ചോദിച്ചു. അതിന് മുമ്പ് ടൂണ് മാറ്റി, വീട്ടിലേക്കൊന്നും വരണ്ട, നിങ്ങൾ മൊറയൂർക്ക് വന്നാൽ മതിയായിരുന്നു. ഇവരെ വീട് വാലഞ്ചേരിയാണ്, മൊറയൂര് ഇങ്ങനെ കടക്ക് വന്നാൽ മതി, അവിടുന്ന് തരാന്ന് പറഞ്ഞു. അതില് ഫോണ് തന്നപ്പോ പിന്നെ ഫോണിന്റെ പവർ ബട്ടൺ പോയിണ്. പിന്നെ ഏതായാലും കാര്യങ്ങൾ അവിടുന്ന് കുറെ വിഷയങ്ങൾ പറഞ്ഞു. ഇങ്ങനെ എന്നെ ടെർമിനേറ്റ് ചെയ്യാണോ അതോ പോവുകയാണോ മറ്റേതാണോ, അല്ലെങ്കിൽ എന്റെ കഴിഞ്ഞ മാസം തരാനുള്ള സാലറി തരണ്ടെന്നുള്ളിലൊന്നും പിന്നെ ചർച്ച ചെയ്യണേ ഉള്ളൂ, വിഷയങ്ങൾ ഇതാണ്ട്. ഏതായാലും ഈ വിഷയങ്ങളൊന്നും പുറത്ത് ഒരിക്കലും പറയരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഓല പിടിച്ചു വെച്ച ബുധനാഴ്ച തന്നെ എന്ത് ചെയ്തിരുന്നു, പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഒപ്പിടിച്ചിരുന്നു. അതായത് ഇത് ചെയ്തത് ഈ വിഷയങ്ങളിൽ, കാരണം ഇവിടുത്തെ പല സംഗതികളും പിന്നെ ഈ പുറത്ത് അറിയിച്ചാണ്, വിഷയങ്ങൾ അറിയിച്ചാണ്. മുമ്പ് MLF-ന്റെ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് പിന്നെ ഇതാണ് വീഡിയോ ചോർത്തിക്കണെന്ന് തോന്നുന്നുണ്ട്, ഇത് തന്നെയാണ് ചെയ്തത്. MLF-ന്റെ ആ കൂത്താട്ടത്തിന്റെ വീഡിയോ ഉണ്ടല്ലോ, അത് ഇയാളാണ് പുറത്തു വിട്ടത് എന്നാണ് ഇവർ ആരോപിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ വീഡിയോ പുറത്തുവിടാൻ ഇയാൾ ആവശ്യമുണ്ടോ? അവിടെ പരസ്യമായിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ആ പരിപാടി അതും ഇയാളെ തലയ്ക്കിട്ടിട്ട് ചാമ്പാനാണ് ഓല് ഉദ്ദേശിച്ചിട്ടുള്ളത്. നോക്കണം നിങ്ങൾ, അനാവശ്യമായ അശ്ലീലമായ പാട്ടിട്ടിട്ട്
അവിടെ ചാടി കളിച്ചത്. അത് പുറത്ത് വിട്ടതാണ് തെറ്റ്. ഇയാൾ പുറത്ത് വിട്ടണോ ഇല്ലെന്ന് വേറെ കാര്യം. അതവിടെ വന്ന് ആർക്കും പുറത്ത് വിട്ടുകൂടെ? അത് പരസ്യമായി നടക്കുന്ന പരിപാടിയല്ലേ. എന്നിട്ട് ആ ചെയ്തതിന് തെറ്റില്ല. ചെയ്ത ആളിപ്പോഴും അകത്താണ്. ഇപ്പോൾ പുറത്ത് വിട്ട ആളെയാണ് പുറത്താക്കുന്നത്. ആലോചിച്ച് നോക്കണവരുടെ ഒരു ധാർമ്മികത, മൊറാലിറ്റി എത്രത്തോളം ഉണ്ട്. മുമ്പ് ഇവിടെ ഒരു എന്താ പറയാ ഒരു പെണ്ണിന്റെ വിഷയത്തിൽ പുറത്താക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നല്ലോ. ആ വിഷയം പിന്നെ ഇജാണ് അറിയിച്ചത്, എല്ലാരും അറിഞ്ഞാണ്. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഇജാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഉണ്ടായിക്കണം. മുമ്പ് ഒരു പെണ്ണ് കേസിന്റെ പേരിൽ ഒരാൾ അവിടെ നിന്ന് പുറത്താക്കിയാണ്. അതും പുറത്ത് വിട്ടത് ഇയാളാണെന്ന് ആരോപിക്കണം. എല്ലാവരും അത് അറിഞ്ഞിക്കണം. നമ്മൾ ആദ്യമായിട്ട് അറിയാം കേട്ടോ. അത് നിങ്ങൾ തന്നെ അറിയിച്ചതെന്ന് നന്നായി. അപ്പം അങ്ങനെയും സംഭവം ഉണ്ടായിക്കണല്ലേ. അപ്പം അതും ഇയാളാണ് പുറത്ത് വിട്ടിട്ടുള്ളതെന്ന് ഇയാൾക്കെതിരെ കുറ്റാരോപണം ഉന്നയിക്കുകയാണ്. പിന്നെ അതേപോലെ പിന്നെ അവിടെ ചില പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പറ്റ ലോല പരിപാടികൾ ഉണ്ടാകലുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാവൂലേ ഒരു അപ്പൊ ആ രീതിയിലുള്ള ഫോട്ടോകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് ഇങ്ങനെ പറ്റ സംസ്ഥാന തൊട്ട് കളിക്കുകയാണെങ്കിൽ പുറത്തു വിടാന്നുള്ള രീതിയിൽ വിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അത് വെച്ച് കയ്യിൽ വെച്ചത്. അതേപോലെ തന്നെ നമ്മളെ താവിന്റെ സംഭവം ഉണ്ടല്ലോ, താവിനല്ല തഹിയക്ക് വേണ്ടിയിട്ട് നമ്മള് ഇപ്പോ ഇതിന്റെ നമ്പർക്ക്, അതായത് ഉദവികളൊക്കെ കോണ്ടാക്ടിക്ക് മെസ്സേജ് അയച്ചത്. അതേപോലെ പിന്നെ ഒരു പറയണത് ഈ പൈതൃകത്തിനെതിരെ, അതേപോലെ തന്നെ പിന്നെ നമ്മള് ഇതിന്റെ ആളുകളല്ലേ പാണക്കാട്, അതിനെതിരെ മെസ്സേജ് അയച്ചത്. ആ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് പിന്നെ ശരിക്കും ഇനി ഇത് പുറത്തു വരിക മറ്റു വിഷയങ്ങളൊക്കെ വന്നാൽ 7 വർഷം തടവുണ്ടാവും. 7 വർഷം എന്തായാലും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയൂല. 7 വർഷം തടവാണ് എന്റെ ശിക്ഷ. ആ രീതിയിലൊക്കെ സംസാരിച്ച് ആർക്കാ തടവ് ഇതിലൊന്നും മനസ്സിലാവേണ്ടത്. ഇപ്പൊ നിങ്ങള് കേസ് കൊടുത്താല് ആരാ 7 വർഷം 10 വർഷം കിടക്കാന്ന് ഞമ്മക്ക് മനസ്സിലാവേണ്ടത്. പിന്നെ അങ്ങനെ ആ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പിന്നെ കഴിഞ്ഞിട്ട് ഓല് ഇത് ഗ്രൂപ്പിൽ പൊട്ടിച്ചു ഉദയപ്രദേശ് ഗ്രൂപ്പില്. പക്ഷെ എനിക്കിത് നോക്കാൻ സമയം കിട്ടുന്ന പിന്നെ സമ്മേളന തിരക്കല്ലേ. അപ്പൊ സമ്മേളനത്തിന്റെ ഒരു 1-2 ദിവസം ക്യാമ്പ് തുടങ്ങി അന്ന് രാത്രി ക്യാമ്പിന്, അതായത് ദായി ക്യാമ്പ് ഫസ്റ്റ് 4-ാം തീയതി രാത്രി ഉണ്ട്. കുറെ ആളുകൾ ഉദവികൾ സേവ് ചെയ്തതും സേവ് ചെയ്യാത്ത ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കണേ. പിന്നെ ഇങ്ങനെ ഉദവികളിൽ നിന്ന് പിന്നെ ആദ്യയിലുണ്ടായിരുന്ന ഒരു ഷജറയെ പൊക്കി ബാക്കി ഉദവികളുടെ ലിസ്റ്റ് പുറത്തു വിടും. പിന്നെ അതേപോലെ ഇന്ന വഞ്ചക, ചതിയൻ, അതേപോലെ നമ്മളെ സമാനമസ്കരായ ഉദവികളായ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ ആ ആളുകൾക്കൊക്കെ മെസ്സേജ് ഇവർ കൊടുക്കണ്ട്, ഇങ്ങനെ ചെയ്തത് മറ്റേ ചെയ്തത്. കുറെ കോളേജിൽ മറ്റേ എനിക്ക് മെസ്സേജ് റീപ്ലൈ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റീപ്ലൈ അല്ലെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഫ്രീ അല്ലാത്തതുകൊണ്ട് ഞാനൊന്നും മറുപടി ഒന്നും അവിടെ കിട്ടിയില്ല. ഇങ്ങനൊക്കെ ആയിട്ട് ഇവര് പിന്നെ എല്ലാരും കൂട്ടിപ്പിടിക്കണം, ചേർത്ത് പിടിക്കണം എന്നൊക്കെ പുറത്ത് വലിയ വീമ്പ് പറയുന്ന ആളുകളാണല്ലോ. ഉള്ളില് ഇവര് ചെയ്യണ പണികളാണ് ഇതൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്താ വെച്ചാല് ഞമ്മക്ക് ഉണ്ടാകുന്നൊരു പിന്നെ അമർഷം വിഷമൊക്കെ എന്താ വെച്ചാല് ഇതിന്റെ തുടക്കം മുതലേ നമ്മളെ ഈ ഫൗണ്ടേഷന്റെ ഒരു രൂപീകരണം എന്ന് പറഞ്ഞാല് കുറെ ചർച്ചകൾ അവിടെ കൂടിയതാണ്. അത് ചിലപ്പോ മുമ്പ് അറിഞ്ഞിട്ടുണ്ടാവും നിങ്ങള്. അതായത് മുമ്പ് പിന്നെ ഓരോ ഘട്ടങ്ങളായിട്ട്, അതായത് പിന്നെ SMFന്റെ മഹല്ല്, അതായത് SMFന്റെ അടുത്താണല്ലോ ഇപ്പൊ ഇതിന്റെ മഹല്ലിന്റെ ഡാറ്റ ഉണ്ടാകുക. അതിൽപ്പെട്ട ഓൽക്ക് അനുകൂലമായ ആളുകളെ ഫിൽറ്റർ ചെയ്ത് മണ്ഡലം, ജില്ല, പിന്നെ വാർഡ് തലത്തിൽ ഫിൽറ്റർ ചെയ്ത് ഓലൊരു പൂക്കോയത്തങ്ങൾ പഠനവേദി എന്നുള്ളൊരു സാധനം രൂപീകരിക്കുന്നു. ആ രൂപീകരിക്കുന്ന സാധനം വെച്ചിട്ട് ഓല് ഓർഡർ ആയിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ പോയിട്ട് പിന്നൊരു പിടിച്ചാൽ കിട്ടില്ല എന്ന് കണ്ടപ്പോ പിന്നെ പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ എന്നുള്ള സാധനം രൂപീകരിച്ചു. പിന്നെയാണ് പിന്നെ ഇങ്ങനെ വൈഡായി പിന്നെ ഒരു സ്ട്രെങ്തായി സാധനങ്ങൾ തുടങ്ങണേ. അങ്ങനെയാണ് ഈ SMFന്റെ സാധനത്തൊക്കെ തന്നെ വരുന്നത്. അപ്പൊ ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇത് പുറത്തു വിടരുത് മറ്റേ വിഷയങ്ങളൊക്കെയാണ്. പക്ഷെ ഞാനത് പിന്നെ ആ രീതിയിലൊന്നും സ്വാഭാവികമായിട്ടും കത്തിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ തന്നെ ഇനിയും നിങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അതല്ല, ഇത് വിട്ടു എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ചാൽ അവിടെ നടന്ന പിന്നെ മീറ്റപ്പിന്റെ, അതായത് തല മറക്കാത്ത സംഭവങ്ങൾ. പിന്നെ ഇതിന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇപ്പൊ പിന്നെ ചാർജ് എന്ന് വെച്ചാൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞു. അതായത് ഇവര് പറഞ്ഞു എവിടെ എത്തിയെന്ന് വെച്ചാല് താവിന്റെ ഫണ്ട് ഞാൻ തഹിയക്ക് മറിച്ചു. അവിടെ 2 വൈരുദ്ധ്യമുള്ള, ഒന്നെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരണം, പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റമദാനിൽ നടക്കണ താവിന്റെ അതേ സമയത്ത് തഹീ നടക്കണം. രണ്ടും വേറെ സമയത്ത് നടന്നാണ്. അല്ല അത് പോട്ടെ, അതിന് പറയുന്ന പല രീതിയിലും പറയും, മറ്റേ പറയും. അപ്പൊ ഇന്നിപ്പോ എന്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നു, അതായത് അവിടെ ഉപയോഗിച്ചിരുന്ന ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫോൺ തന്ന സമയത്ത് സിമ്മയിലുണ്ടായിരുന്നു. അപ്പൊ സിം ഇപ്പൊ നോക്കുന്ന സമയത്ത് എന്റെ പേരിലാണ് ആ സിം ഉള്ളത്. അപ്പൊ ഞാൻ കൊടുക്കണോ കൊടുക്കണ്ടെന്നുള്ളൊരു വേറെ ചർച്ച ഉണ്ട്. കാരണം അവർ കുറെ കളിപ്പിച്ചതുകൊണ്ട്
അതിനിപ്പോ അങ്ങോട്ട് പോയി കൊടുക്കലും മറ്റൊക്കെ അതിനുള്ളൊരു ഇതുണ്ട്. അപ്പൊ പിന്നെ അപ്പൊ നിങ്ങള് ചെയ്തു തെറ്റതാണ്. ഇപ്പൊ സമസ്തന്റെ സമ്മേളനം സജീവമായി, അതുപോലെ പിന്നെ അതേപോലെ ആപ്പ് ഡെവലപ്മെന്റിൽ നിങ്ങളുണ്ടല്ലോ അല്ലേ? അതൊക്കെയാണ് ഒന്നുകൂടി ചൊടിപ്പിച്ച്. ഇപ്പൊ അത് വന്നപ്പോ പിന്നെയും മെസ്സേജുകൾ വരിക, എന്താ ചെയ്തേന് മറ്റേ ചെയ്തേന്. പിന്നെ അതേപോലെ ശതാബ്ദി യാത്രക്ക് പിന്നെ കണ്ടന്റുകൾ കൊടുത്തു, അതായത് വീഡിയോക്കും മറ്റൊക്കെ ഉള്ള കണ്ടന്റുകളും സാധനങ്ങളും കൊടുത്തു. അപ്പൊ ആ രീതിയിൽ തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുക്കല്ലോ, നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യണല്ലേ. സ്വാഭാവികമായിട്ടും വ്യാപനം. അപ്പൊ പിന്നെ കൂട്ടത്തിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഇവർക്ക് അപ്പൊ പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് പിന്നെ ഇതിന്റെ സാധനങ്ങൾ ഇതാക്കി. പിന്നെ ചോർത്തി എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇതാണ്, അതായത് പിന്നെ ഈ കോണ്ടാക്ടുകൾക്കൊക്കെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ഈ കോണ്ടാക്ടുകള്. അതാണ് ഈ തിരുത്ത് എന്നുള്ള പരിപാടി അവർക്ക് ഭയങ്കര തിരിച്ചടിയായിട്ടുണ്ട്. ഒരുപാട് ഉദവികൾ അവർക്ക് എതിരാണ് എന്നൊക്കെ കേട്ടിരുന്നു. അതെ. അപ്പൊ തിരുത്തിലും മറ്റതിലൊക്കെ ഉള്ള നിലപാട് എന്താ, ഇതെന്താ വിഷയങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്, മൊത്തത്തിൽ ഇപ്പോഴുള്ള വിഷയങ്ങളിലുള്ള പിന്നെ അതായത് ഇപ്പോ ഇതുണ്ടല്ലോ, പൈതൃക സമ്മേളനം നടന്നു. പിന്നെ പാണക്കാട് തെങ്ങന്മാരൊക്കെ പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പുറത്ത് ഉമ്മർ ഫൈസ് ഒരു വിഷയം പറഞ്ഞു, ഇത് ഏത് ഭാഗത്താ നിക്കണെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ വാഫി വിഷയത്തിൽ സമസ്തന്റെ കൂടെയാണോ പാണക്കാട് തെങ്ങന്മാരുടെ കൂടെയാണോ, അങ്ങനത്തെ ആ ഒരു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ കുറച്ച്. പിന്നെ നിങ്ങൾ പൈതൃകത്തിന് പോയിട്ടുണ്ടാവൂല? ഞാൻ പോയില്ല. ഞാൻ അതിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഇവിടെ പാസ് ചെയ്ത സമയത്ത് ഓർമ്മിച്ചു പോന്നതാണ്. പിന്നെ സമസ്തന്റെ സമ്മേളനത്തിന് പോയും ചെയ്ത്. അതൊക്കെ ശതാബ്ദി യാത്രക്ക് ഞാൻ അതായത് ഞാൻ പരിപാടിയിൽ ഫുൾ പങ്കെടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് തന്നെ ചെയ്യാ. കാരണം ചില സാധനങ്ങൾ ഇപ്പൊ സിസ്റ്റത്തിൽ തന്നെ അയച്ചു കൊടുക്കേണ്ട സാധനം ഉണ്ടാവും. കാരണം ഫോണിൽ നിന്ന് ക്ലാരിറ്റി കുറയുന്നു വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്താണ്, പിന്നെ ചില വിഷയങ്ങൾ ഇവിടുന്ന് തന്നെ ചെയ്യാ. ഞാൻ മലപ്പുറത്തെ ഒരു പരിപാടിക്ക് മാത്രം ഒരു ഹാഫ് ഡേ എടുത്താണ്. ഇതെന്താ ഹാഫ് ഡേ എടുത്തേ? അപ്പൊ പിന്നെ എനിക്ക് ഇതിനൊക്കെ പ്രവർത്തിച്ചതിന്റെ പേരിൽ ബാഗ് കിട്ടിയണേ. അപ്പൊ ബാഗ് കിട്ടിയോണ്ട് എനിക്ക് ഒരു പിന്നെ ഇതായിട്ട് തന്ന സാധനങ്ങൾ കുറെ ഉണ്ടല്ലേ. എനിക്ക് ലാപ്പ് കിട്ടിയേ, അല്ല ബാഗ് കിട്ടിയെന്നില്ലേ, മറ്റേ കിട്ടിയെന്നില്ലേ. എനിക്കിപ്പത്തെ പ്രശ്നത്തുള്ളേ. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും തന്നണോ, ഫണ്ട് എനിക്ക് എന്തെങ്കിലും തന്നണോ, എനിക്ക് തരാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പൊ ഞാന് ഷാഫിയാജിനെ കണ്ടതിന് ശേഷം ഫസ്റ്റ് ഓലൊന്ന് കണ്ടു, പിന്നെ ഞാനൊന്ന് കയറിയിട്ട് തന്നെ കണ്ടു. അപ്പൊ ഇറങ്ങിയപ്പോത്തിന് പിന്നെ തിരിച്ചു പോന്നപ്പോ കാറിന്ന് ഓലിഞ്ഞോട് പറയണെന്ന് വെച്ചാല്, എനിക്ക് എന്റെ അടുത്തുള്ള ഫോണ് പിന്നെ ഇവര് വാങ്ങി തന്നതാണല്ലേ. എവിടെ അപ്പൊ ഇതിനൊരു ഒരു കോലത്തേക്ക് ആയാണ്. എന്താ ചെയ്യാ, സമസ്തക്ക് നേരെ വിലങ്ങായിട്ട് ഒരു ഗ്യാങ് ആയിട്ട് പ്രവർത്തിക്കല്ലേ. ഇപ്പൊ ഒരു ഒന്നായിട്ടൊരു ടീം ഇതാക്കുമ്പോഴേ, അതായത് ഒരു 4-5 ആൾക്കാർ ഒരുമിച്ച് കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോ, നമ്മളിപ്പോ വാതിലടിച്ചാണ്ട് പിന്നെ ചോദിച്ചാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ലല്ലോ. എല്ലാരും ഇങ്ങോട്ട് ചോദിക്കണം എന്താ വെച്ചാൽ, നിങ്ങളെന്തിനാണ് ഫോൺ കൊടുത്തത്, നിങ്ങളെന്തിനാണ് സനത് കൊടുത്തത്, നിങ്ങളെന്തിനാ ഓലെ ചോദ്യത്തിന് നിന്നത്, നേരെ പോകുന്നൂടെ. പക്ഷെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ്. അല്ലാതെ എനിക്ക് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ, സമസ്തയുടെ പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണിതൊക്കെ. സമസ്തയെ സപ്പോർട്ട് ചെയ്തു, സമസ്തയുടെ ആപ്പ് ഡെവലപ്മെൻറ്റിൽ ഇയാൾ പങ്കാളിയായി, സമസ്തയുടെ തഹിയയ്ക്ക് വേണ്ടി പിരിവ് നൽകി, അതിന് കുറച്ച് ഉദവിമാരെ സംഘടിപ്പിച്ച് അവർ ഉദവിമാരുടെ പേരിൽ പിരിവ് നൽകി. ഇതൊക്കെയാണ് ഇവർ വലിയ കുറ്റായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പേരിലോ സമസ്തയുടെ സ്ഥാപനമാണ്. നിങ്ങളെ മമ്പുറന്തങ്ങൾ വെറുതെ വിടുമോ ചങ്ങായിമാരെ? മമ്പുറന്തങ്ങൾ നിങ്ങൾ വെറുതെ വിടുമോ? ആ നേർച്ച പൈസ കൊണ്ടല്ലേ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ആ തങ്ങൾ നിങ്ങളെ വെറുതെ വിടുമോ? എന്തായാലും ഇതിപ്പോൾ ഹാദിയ സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ ഒരു സമസ്തക്കാരനായ ഹുദവി പുറത്തു വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എത്ര ഫിൽട്ടർ ചെയ്താലും സമസ്തൻ്റെ രക്തം ഓടുന്ന ഒരുപാട് ഹുദവികളുണ്ട്. കാരണം അവരൊക്കെ ആ സമസ്തയുടെ പശ്ചാത്തലത്തിൽ നിന്ന് സമസ്തയുടെ സ്ഥാപനം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ രക്ഷിതാക്കൾ അവിടെ കൊണ്ട് ചേർത്തിയതാണ്. അവർക്ക് പാരമ്പര്യത്തോടാണ് കൂറ്. നിങ്ങളുടെ ഈ മോഡേണിസത്തോടല്ല, നിങ്ങളുടെ ഈ ലിബറലിസത്തോടല്ല. അങ്ങനത്തെ ഒരുപാട് ഹുദവികളുണ്ട്. അവർ നിങ്ങളറിയാതെ എത്ര നിങ്ങൾ ഫിൽട്ടർ ചെയ്താലും നിങ്ങൾക്കുള്ളിൽ അവരുണ്ടാകും. ഇനി അവരുണ്ടാവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സമസ്തക്കാരല്ലാത്ത ആളുകൾക്ക് അഡ്മിഷൻ കൊടുക്കുക. ഇപ്പം ഏകദേശം വരുന്നതൊക്കെ അങ്ങനെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പുറത്തുനിന്ന് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും മുജാഹിദിൻ്റെ ഒക്കെ എടുത്തോളി, എന്നാൽ നിങ്ങൾക്ക് സമസ്തക്കാരെ ഒഴിവാക്കാം. പൂർണ്ണമായിട്ട് ഷജറ മുക്ത ഹുദവികളാക്കി മാറ്റാൻ പറ്റും. അല്ലാതെ ഈ ഇദ്ദേഹത്തെ പോലുള്ള, അദ്ദേഹം വരുന്നത് ഇപ്പോൾ കാളികാവ് നിന്നാണ്. കാളികാവത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. കാളികാവ് ശക്തമായ അടിവേരുള്ള, സമസ്തക്ക് വേരുള്ള
ശക്തമായ അടിവേരുള്ള മണ്ണാണ് കാളികാവ്. ഇതുപോലെ നല്ല സമസ്തൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നത്, അതുപോലെ സമസ്തൻ്റെ നല്ല പശ്ചാത്തലമുള്ള നാട്ടിൽ നിന്ന് വന്നത്, അങ്ങനത്തെ കുറേ ഹുദവികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലാത്തവരൊക്കെ ഇവരുടെ ഈ ലിബറലിസത്തിലേക്ക് വഴുതി വീണിട്ടുമുണ്ട്. അപ്പോൾ രക്ഷിതാക്കളൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ചേർത്തോളി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഹുദവിക്കെതിരെ ശക്തമായ സൈബർ അറ്റാക്ക് ആയിരിക്കണം ഇത് പുറത്തുവിട്ടതിൻ്റെ പേരിൽ. ഇപ്പോൾ തന്നെ അദ്ദേഹം എഴുതി കൊടുത്ത മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ 5 അംഗ സമിതി ആളുകൾ ഈ റൂമിൽ പൂട്ടിയിട്ടിട്ട് നിർബന്ധപൂർവം ഇയാളെ കൊണ്ട് എഴുതിപ്പിച്ച ലെറ്ററുകളാണതൊക്കെ. മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പൂട്ടിയിട്ടിട്ട് ഈ 5 സീനിയർമാരായ ഹുദവിമാർ ഇയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചാൽ അവിടെ ആ റൂമിൽ നിന്ന് പുറത്തു വിടാതെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കല്ലാതെ മറ്റ് വേറൊരു നിർവാഹമില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒരുപാട് രേഖകളിലും മറ്റൊക്കെ എന്നെ കൊണ്ട് ഒപ്പിടിച്ചിട്ടുണ്ട് എന്ന്. ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഇതിൽ ഇടപെടണം, ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഇതിൽ ഇടപെടണം, മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെടണം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. സംഘടന ഇടപെടണം. ഈ കാര്യം കൃത്യമായിട്ട് ഇത് ചോദ്യം ചെയ്യപ്പെടണം. ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എന്താ അത് വെള്ളരിക്കാപ്പട്ടണോ? നമ്മൾ ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ റാഗിങ്ങിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ കടുത്ത കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഒരാൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.